ഇപ്പോൾ കോഴിക്കോട് ബീച്ച് റോഡിക്കടെ ഞാനിങ്ങനെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം കറങ്ങി തിരിഞ്ഞ് നേരെ വലിയങ്ങാടി ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. മുമ്പിൽ കാണുന്നത് കോഴിക്കോട്ടെ വലിയങ്ങാടിയുടെ ഒരു കാഴ്ചകളാണ്. ഇഷ്ടംപോലെ നാഷണൽ പെർമിറ്റ് ലോറികൾ, പിന്നെ അല്ലാത്ത നമ്മുടെ നാടൻ ലോറികളൊക്കെ ഓരോ ലോഡ് ഇറക്കുകയും കയറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകളാണ്. ഇങ്ങനെ ഈ ഒരു മാർക്കറ്റുകൾ പോകുമ്പോൾ ഞാൻ പണ്ട് ഖണ്ഡേര മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബോംബെയിലെ ആ മാർക്കറ്റിൽ ലോഡ് ഇറക്കിയൊരു കാര്യമാണ് ഓർമ്മിച്ച് വന്നത്. അന്ന് ശരിക്കും ദീപാവലി ദിവസം ആണ് ഞാൻ ഞങ്ങളവിടെ ചെന്ന് ലോഡുമായിട്ട് ചെന്ന് ഏകദേശം ഒരു 7:45 8 മണിയോടുകൂടി ഞങ്ങൾ ചെന്നു. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ ലോഡ് ഇറക്കാനായിട്ട്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്ത്രീകളാണ് അവിടെ ലോഡ് ഇറക്കാൻ വന്നിരുന്നത്. അന്നെനിക്ക് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ 10-29 കൊല്ലത്തോളായിട്ടുണ്ട്. 1995 ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ലോഡ് ഇറക്കുന്ന ദിവസം ഒരു സൂര്യഗ്രഹണ ദിവസമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ശരിക്കും സൂര്യഗ്രഹണം ആവട്ടെ ചന്ദ്രഗ്രഹണം ആവട്ടെ ആ സമയത്ത് നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. അത് ആ ഗ്രഹണത്തിൻ്റെ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ദിവസം ദീപാവലിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോരുന്ന വഴികളിലൊന്നും ഒരു ചായ കുടിക്കാനുള്ള ഒരു കടകൾ പോലും കാര്യമായിട്ടൊന്നും തുറന്നിട്ടില്ല. ശരിക്കും ഫുള്ള് അവധിയാണ്. പക്ഷേ ഈ ഞങ്ങളുടെ ലോഡ് പൈനാപ്പിൾ ആയതുകൊണ്ട് അത് ഈ പറയുന്ന പോലെ എക്സ്പ്രസ് ലോഡ് എന്നൊക്കെ പറഞ്ഞു. കാരണം എക്സ്പ്രസ് ലോഡ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് പൈസ കൂടുതൽ കിട്ടും. അപ്പോൾ ഞങ്ങൾ 2-3 ഒരു 1.5 ദിവസത്തോളം ശരിക്കും ഉറക്കമൊക്കെ വളരെ കുറച്ച് ഞങ്ങൾ ത്രൂ ഔട്ട് ഓടിച്ച് ആണ് ഈ പറഞ്ഞ സമയത്തിന് ഒരു 2 മണിക്കൂറോളം മുമ്പ് ഞങ്ങൾ 10 മണിയോട്ട് ഞങ്ങൾക്ക് സമയം പറഞ്ഞിരുന്നത്. കാരണം 10-11 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ കയറി ചെന്നില്ലെങ്കിൽ പിന്നെ അന്ന് ലോഡ് ഇറക്കാൻ പറ്റില്ല. ഈ ഇരിക്കുന്ന സാധനം നമുക്ക് ആ എക്സ്പ്രസ് ലോഡിൻ്റെ ഇത് കിട്ടില്ല എന്ന് മാത്രമല്ല പൈനാപ്പിളാണ്, അതിനെന്തെങ്കിലും ചീഞ്ഞ് പോവുക അല്ലെങ്കിൽ പഴുപ്പ് കൂടുതലാവുകയൊക്കെ ചെയ്താൽ നമ്മൾ പൈസ പോവുകയും ചെയ്യും. അപ്പോൾ ഏതായാലും ഞങ്ങൾ കയറി ചെന്നു, ഞങ്ങൾക്ക് ലോഡ് ഇറക്കി തുടങ്ങി. അപ്പോൾ ഒരു ചായ പോലും കുടിക്കാണ്ട് നമ്മൾ, കാരണം ഇത് ഇറക്കിക്കൊണ്ട് നിൽക്കുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതായത് ലോറിയുടെ പടുത മടക്കി വയ്ക്കാനുണ്ട്, ഉള്ള കയറ് എല്ലാം മടക്കി വയ്ക്കാനുണ്ട്, അങ്ങനെയുള്ള കുറേ പണികൾ ആ സമയത്ത് ഉണ്ട് താനും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ സൂര്യഗ്രഹണത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ തൊട്ട് മുമ്പിൽ ആ സമയത്ത് ഒരു വലിയ പോലീസിൻ്റെ എന്തോ ഒരു വലിയ ഒരു ഓഫീസുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാർക്കറ്റിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ശരിക്കും ഈ ഒരു മാർക്കറ്റിലെ കാഴ്ചകൾ കണ്ടപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ ആട്ടോ ഓർമ്മ വന്നത്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ 3 ദിവസം ഞങ്ങൾ അവിടെ തങ്ങേണ്ടി വന്നു. ഈ ഏതാണ്ട് ഒരു വെള്ളിയാഴ്ച കാലത്തോടെയാണ് ഞങ്ങൾ ചെല്ലുന്നത്. പിന്നെ വെള്ളി, ശനി, ഞായർ, തിങ്കളുടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അവിടുന്ന് തിരിച്ച് ലോഡ് കയറ്റി പോരാൻ പറ്റിയത്. 4 ദിവസം അവിടെ ഞങ്ങൾ ബ്ലോക്കായിപ്പോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ലോറിപ്പടിക്ക് ഉണ്ടെന്നത്. പക്ഷേ എന്നിരുന്നാലും ആ സമയത്ത് ശരിക്കും നമ്മൾ ആസ്വദിച്ചാണ് ചെയ്തുകൊണ്ടിരുന്ന പണിയാണ്. മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും ഓരോ ഈ വലിയങ്ങാടിയുടെ ഭാഗമായിട്ടുള്ള മാർക്കറ്റുകളുടെ കാഴ്ചയിലൂടെ തന്നെ നമ്മൾ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ മുമ്പിൽ കുറേ വഴികൾ കാണുന്നു, അതിൽ ഒക്കെ നടക്കുന്നു എന്നല്ലാണ്ട് ഇത് ശരിക്കും ഈ സ്ഥലം ഏതാണെന്നോ എന്നും യാതൊരു പിടിയില്ല. അതുപോലെ എനിക്ക് തിരിച്ച് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ വഴി എറിയാൻ പാടില്ല. ഞാൻ 1-2 പേരോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ട ഏതിലാന്ന് ചോദിച്ചപ്പോൾ അത് ഇച്ചിരി ദൂരെയാണ്, ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാനൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഞാനും ഇവിടെ വന്ന് പെട്ടുപോയി. അപ്പോൾ ഈ മാർക്കറ്റിലെ കാഴ്ചകൾ ഞാൻ കുറേ ആഗ്രഹിച്ചിരുന്നതാണ്. കോഴിക്കോട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മാർക്കറ്റിലെ കാഴ്ചകൾ കുറച്ച് കണ്ടു കളയാം. അത് കഴിഞ്ഞ് പാളയത്തേക്ക് ഇവിടുന്ന് നമുക്ക് ചെല്ലാനായിട്ട് ഏകദേശം കുറച്ച് ഒരു 1.5 കിലോമീറ്റർ നടന്നാൽ മതി എന്ന് ഞാൻ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു. അപ്പം പിന്നെ നമുക്ക് പാളയത്തെത്തി ബാക്കി എന്നാ വെച്ചാൽ തീരുമാനിക്കുക എന്നുള്ള. ഏതായാലും ടൗണിൻ്റെ കാഴ്ചകൾ കാണണം, അത് ഞാൻ ഉറപ്പിച്ചാണ് നടക്കുന്നത്. അപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഓവർ ബ്രിഡ്ജ് ആണ്
ഞാൻ കടന്നു പോകുന്നത്. മുമ്പിൽ നല്ല തിരക്കേറിയിട്ടുള്ള ഒരു റോഡാണ്. ഇന്ന് പ്രത്യേകിച്ച് സെക്കൻഡ് സാറ്റർഡേ കൂടി ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ ഒരു പക്ഷേ കേരളത്തിലെ ടൗണുകളിൽ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ മിക്കവാറും കോഴിക്കോടാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ കോഴിക്കോട് ബീച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ബീച്ചാണ് കോഴിക്കോട് ബീച്ചെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ എവിടെയോ വായിച്ച ഒരു ഓർമ്മ എനിക്കുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ശരിക്കും ആ ബീച്ചിൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരികയുണ്ടായില്ല. ഇതൊക്കെ ഇപ്പോഴാട്ടോ ഞാൻ ഓർമ്മ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഓരോ കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും റോഡിലും നല്ല തിരക്കുണ്ട്, വാഹനങ്ങളുടെ തിരക്കുണ്ട്. അതുപോലെ ചെറിയ ചെറിയ മാർക്കറ്റ് ഏരിയകളുണ്ട്. ഇത് മുഴുവൻ ചന്ത ഏരിയകളൊക്കെയാണ്. വേറെ ഏതൊക്കെയോ ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ബ്രാസ് മാർക്കറ്റ് എന്നോ അങ്ങനെ എന്തോ ആണ്. അതായത് ഇവിടെ പിച്ചള സാധനങ്ങളാണ്, കോപ്പർ മാർക്കറ്റ് എന്നോ അങ്ങനെയായിട്ടാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അവിടെ മുഴുവൻ പിച്ചള ചെമ്പ് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുടെ കച്ചവടമാണ്. മിക്കവാറും നമ്മുടെ വിളക്കുകൾ ഒക്കെ ഇഷ്ടംപോലെ കടകളിൽ വിളക്കുകൾ, അതുപോലെ ചെമ്പ് പാത്രങ്ങൾ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കടകളിൽ കാഴ്ചകളിൽ ഞാൻ റെയിൽവേ ലൈനിൻ്റെ അടുത്തുകൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ പോയിട്ടുണ്ടെങ്കിൽ പാളയത്ത് നിന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ചേട്ടനോട് പറഞ്ഞു ഇവിടുന്ന് പാളയത്തിന് കുറച്ചുകൂടെ, പുള്ളിക്ക് ഒരു പക്ഷേ ഒരു ഓട്ടം കിട്ടുമെന്ന് പ്രതീക്ഷയായിരിക്കും. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉണ്ടെന്നുണ്ട്. 2 കിലോമീറ്ററൊന്നും നമുക്ക് നടക്കും. ഇപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഒരു 1.5 മണിക്കൂർ നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 കിലോമീറ്റർ നടക്കണമെന്ന്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞിരുന്ന എനിക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, കൂടി വന്നാൽ 3-4 കിലോമീറ്റർ ഉള്ളൂ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ അതുകൊണ്ട് നടന്ന് തന്നെ പോകാം എന്ന് തന്നെ തീരുമാനം തന്നെയാണ്. ഏതായാലും ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി പാളയത്തേക്കുള്ള വഴിയാണെന്ന് ഒരു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞിരുന്നു. അതനുസരിച്ച് മുമ്പോട്ട് പോയപ്പോൾ അല്ലാന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ വീണ്ടും വന്ന വഴിക്ക് തന്നെ നടക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ.